നമ്മൾ അടുത്ത ഭാഗം തുടങ്ങാണ്. ഇനിയിപ്പോൾ അതാ അടുത്ത ഭാഗം. അപ്പോൾ പറഞ്ഞ നമ്മളിവിടെ എത്തി. ഇയാൾക്ക് പറഞ്ഞ് രാജാവ് ഇറങ്ങിക്കോൾ, നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്, ഞാനില്ലേ എന്ന് പറയാണ്. അപ്പോൾ നൗക്കർക്ക് നമ്മളെ യജമാനൻ്റെ ബാത്ത് സുൻകർ, ഈ സംസാരം കേട്ടിട്ട് മാലിക്കോ യജമാനന് വൃത്തൻ്റെ ഈ സംസാരം കേട്ടിട്ട് യജമാനെ ഇത്മീനാൻ ഹുവ, വളരെ സമാധാനം തോന്നി. ഓർ വോ അദ്ദേഹം ആറാംസെ സോഗയ, അദ്ദേഹം വളരെ ആശ്വാസത്തോടെ എന്താ പറയുക, നല്ല ആറാംസെ സുഖത്തോടെ എന്തായി അദ്ദേഹം സോഗയ, ഉറങ്ങി. ഏക്ക് പഹർ രാത് കെ ബാദ്, പഹർ എന്ന് പറഞ്ഞാൽ യാമം എന്നാട്ടോ. അപ്പോൾ രാത്രിയുടെ ഒരു യാമങ്ങൾക്ക് ശേഷം, ഒരു യാമം എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലൊക്കെ വരും കേട്ടോ. അങ്ങനെ പഹർ ഏക് പഹറേ രാത് കെ ബാദ്, രാത്രിയുടെ ഒരു യാമത്തിന് ശേഷം ആക്കാക്കി ആങ്ക് കുലീത്തോ, യജമാനൻ്റെ കണ്ണു തുറന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഉണ്ട്, ഉസ്നെ നൗക്കർസെ പൂച്ച, യജമാനൻ ഭൃത്യനോട് ചോദിച്ചു, ക്യൂ ഭയ്യ, എന്താ ഭയ്യ, സഹോദര, ഭയ്യാറിന സഹോദര എന്നൊക്കെ പറയും, ക്യാ കർ രഹേ ഹോ, ഇപ്പോൾ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേരെ മാലിക്, എൻ്റെ രാജാവ്, നൗക്കറിനെ ഭൃത്യൻ ജവാബ് ദേത്തെ ഹുയെ കഹ, മറുപടിയായിട്ട് പറഞ്ഞു, ഇസ് വക്ത്, ഈ സമയം, യേ ഗുലാം, ഈ ഭൃത്യൻ, ഈ അടിമ, സോച്ച് രഹാ ഹേ, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, കെ എന്തെന്നാൽ അള്ളാഹു സുബ്ഹാനഹു താല ജമീൻ കോ, നമ്മളെ ഈ ഭൂമിയെ, പാനി പർ, വെള്ളത്തിന്മേൽ, ക്യൂ ടെഹ്റാ രക്കാ ഹെ, എന്തുകൊണ്ട് തങ്ങി നിർത്തിക്കുക അല്ലെങ്കിൽ നിൽപ്പിച്ചു, അതായത് വെള്ളത്തിലേക്ക് വിടാതെ ഈ ഭൂമിയെ വെള്ളത്തിൽ നിന്നും ഇങ്ങനെ കരകയറ്റി നിർത്തിയത് എന്തിനാണ് രാജാവേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. നൗക്കർക്ക ജവാബ് സുൻകർ, നൗക്കറിൻ്റെ ഈ മറുപടി കേട്ടിട്ട് മാലിക്കിനെ കഹ, മാലിക് പറഞ്ഞു, ബേഖബർ, വിവരമില്ലാത്തവനെ, മുജ ഡർ ഹെ, എനിക്ക് ഭയങ്കര പേടിയാകുന്നു. കെ എന്തെന്നാൽ, നീ യൂഹി, ഇപ്രകാരം തന്നെ, വാഹി എന്ന് പറഞ്ഞാൽ തുമ്പില്ലാത്ത, ദുർബലമായതും തബാഹി, നശിച്ചതുമായ ഈ കാര്യങ്ങൾ സോച്ച്താ രഹാത്തോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തേരി ഉസ് ബേഖബരീസ്, തൻ്റെ ഈ വിവരമില്ലായ്മയിൽ നിന്ന് ഫായിദ ഉടാക്കർ, അവസരം മുതലെടുത്തിട്ട്, ചോർ, ഈ കള്ളനെങ്ങാനും, ഹമാരാ മാലേ അസ്ബാബ്, നമ്മളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, നെച്ചുറാലേജായെ, കട്ടെടുത്തു കൊണ്ടുപോകില്ലേ എന്ന് ആര് പറഞ്ഞു? കട്ടെടുക്കുക, ലേനാറിനെ എടുത്തു കൊണ്ടുപോകുക, ലേ ജാനാറിനെ എടുത്തു കൊണ്ടുപോവുക. അപ്പം നമ്മളെ ഈ മുതലുകളൊക്കെ നെച്ചുറാലജായെ, കട്ടെടുത്തു കൊണ്ടുപോകില്ലെന്ന് ആര് പറഞ്ഞു? കട്ടെടുത്തു പോകില്ലേ? നൗക്കറിനെ ജവാബ് ദിയ, ഭൃത്യൻ അപ്പോൾ മറുപടി പറഞ്ഞു, അജി യജമാന, ഉൻകി, അവകളുടെ കാര്യങ്ങളൊക്കെ ക്യാ മജാൽ ഹേ, എന്ത് സംഭവിക്കാനാണ്, ക്യാ മജാൽ ഹേറിനെ, എന്ത് സംഭവിക്കാനാണ്. ഈ രാജാവിന് ഇപ്പോഴും പേടിയാണ്, അത് അവകൾക്കൊന്നും സംഭവിക്കില്ല രാജാവേ. താങ്കൾ ബേഫിക്കർ രഹിയെ, ചിന്തയില്ലാത്തവനായാൽ, അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ടിരുന്നാൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇല്ല ഇവിടെ. ഓർ ഇത്മിനാസെ സോജായിയെ, നിങ്ങൾ സമാധാനത്തോടൊന്ന് ഉറങ്ങിക്കുക, ഒരു പ്രശ്നമില്ലെന്ന്. ഹാക്കാ ബേച്ചാറ, അതായത് നിരാശ്രനായ ഈ യജമാനൻ, തസല്ലി ആമേസ് ബാത്ത്, ഈ സമാധാനം ഉളവാക്കുന്ന സംസാരം സുൻകർ കേട്ടിട്ട് പിർ സോഗയാ, പിന്നെയും ഉറങ്ങി. അങ്ങനെ ആദി രാത് കെ ബാദ്, അതായത് രാത്രി പാതിരാത്രി, ആദിരാത്ത് എന്ന് പറഞ്ഞാൽ പാതിരാത്രി, ആദി രാത് കെ ബാദ്, പാതിരാത്രിയുടെ ശേഷം, പിർ അദ്ദേഹം ഉസ്കി ആങ്ക് ഖുലി, വീണ്ടും അദ്ദേഹം തൻ്റെ കണ്ണു തുറന്നു. ഓർ പൂച്ച, പിന്നെയും ചോദിച്ചു, ബാഖബർ, ഈ നേരത്തും ബേഖബർ എന്നല്ല പറഞ്ഞത്, ബേഖബർ എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ എന്നുണ്ടോ, ഇവിടെ ബാഖബർ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവനെ. സമ്മതിച്ചു, വിവരമുള്ളവനെ. ഇപ്പോൾ കിസ് ഫിക്ർ മേ ഹെ, ഇപ്പം എന്ത് ചിന്തയിലാണാവോ? നൗക്കറിനെ ജവാബ് ദിയ, ഖുദാവന്ത്, യജമാന, അബ് ഇപ്പോൾ ഞാൻ സോച്ച് രഹാ ഹൂ, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. കെ എന്തെന്നാൽ, ഖുദാവന്ത് താലാനെ, അള്ളാഹു, ലംബാ ചോട്ട, ഈ നീളവും ചെറിയതുമായ, ഓർ ബേക്കിനാർ ആസ്മ, അതായത് കരയില്ലാത്ത, കരതട്ടാത്ത ആസ്മാൻ, ഈ ആകാശത്തെ, ബിഗൈർ തൂനോക്കെ, തൂണുകളൊന്നും കൂടാതെ, കിസ്തറ, എങ്ങനെയാണ്, കട്ടാക്കർ നിർത്തിയിട്ട് രക്കാഹെ വെച്ചിട്ടുള്ളത്, ഈ ആകാശത്തിനൊന്നും തൂണില്ലല്ലോ, അതൊക്കെ എങ്ങനെയാണ് വെച്ചത്. ഓർക്കേൽ, മുള്ള്, സസ്യം, അങ്ങനെയൊക്കെ പറയട്ടോ. ഈ കേല്, ഈ മുള്ളുകളും സസ്യങ്ങളെയൊക്കെ ഗാർഡന കുഴിക്കുക, നടുക എന്നൊക്കെ. ഈ മുള്ളുകളെയൊക്കെ നടുന്നതിൽ, അതായത് നടുമ്പോൾ, ജമീൻ കി, ഈ ഭൂമിയുടെ മണ്ണുകളൊക്കെ,
അപ്പോൾ കുഴിക്കുമ്പോൾ ഇങ്ങനെ മണ്ണിങ്ങനെ തുളച്ചു പോകാമല്ലോ. അപ്പോൾ ആ കുഴിക്കുമ്പോഴുള്ള ആ മണ്ണുകളൊക്കെ കഹാ എവിടെ ആയി ഭോജാത്തി മറഞ്ഞു പോകുന്നു. രാജാവ് അത് ഓർത്തിട്ടുണ്ടോ? ഇങ്ങോട്ടാ മറന്നു പോകുന്നത്. നൗക്കർ കി യേ വാഹിയാത്ത് ബാത് സുൻകർ ആക്കാനേ കഹ. നൗക്കറിൻ്റെ ഭൃത്യൻ്റെ വാഹിയാത്ത് ഈ ദുർബലമായ ബാത്ത് സംസാരം സുൻകർ കേട്ടിട്ട് ആക്കാനേ കഹ. ആക്ക പറഞ്ഞു, ബേഖബർ, വിവരമില്ലാത്തവനെ, തേരി ഉസ് ബേഖബരീസ്, തൻ്റെ ഈ വിവരമില്ലായ്മയിൽ നിന്ന് മുജേ ഹൗഫ് ഹെ, എനിക്ക് ഭയങ്കര പേടിയാകുന്നു. എന്തെന്നാൽ കോയി ആരെങ്കിലും മേരാ ഘോട്ടാ ഉഠാക്കർ, എൻ്റെ കുതിരയെ എങ്ങാനും ഉഠാക്കർ എടുത്തിട്ട് നെലജായെ, എടുത്തു കൊണ്ടുപോകില്ലെന്ന് ആര് പറഞ്ഞു? എടുത്തു കൊണ്ടുപോകില്ലേ? അച്ഛാ ശരി, കാംകർ, ഒരു കാര്യം ചെയ്യ്. അഗർ തേരാ അഗർ തേരാ അജി, തേരാജി എന്നാട്ടോ, അഗർ തേരാജി, നിൻ്റെ യജമാനൻ സോനേക്കോ ഉറങ്ങാൻ ചാഹേത്തോ, ആഗ്രഹിക്കുമ്പോൾ സോജ ഉറങ്ങിക്കോളാം. അങ്ങനെ പറയല്ലോ, എനിക്ക് ഉറങ്ങാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കോളാം, എനിക്കിപ്പോൾ ഉറക്കമൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഒന്നുകൂടി കാംകർ, ഒരു കാര്യം കൂടി ചെയ്യ്. അഗർ തേര, നിൻ്റെ യജമാനൻ, സോനേക്കോ ഉറങ്ങാൻ ചാഹേത്തോ, ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ സോജ ഉറങ്ങിക്കോളാം. എനിക്കിപ്പോൾ ഒരു ആഗ്രഹമില്ല ഉറങ്ങാൻ, എനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ വിവരമില്ലായ്മയിൽ നിന്ന് എൻ്റെ സാധനം പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല. നൗക്കറിനെ പിർ വഹീസ് ജവാബ് ദിയ, നൗക്കർ പിന്നീട് ഇങ്ങനെ തന്നെ ജവാബ് ദിയ, ഉത്തരം പറഞ്ഞു, ഖുദാവന്ത് നിയമത്ത്, അനുഗ്രഹത്തിൻ്റെ യജമാന, ആപ്പ് ഇത്മിനാരിക്കേ, താങ്കൾ എന്തിനെ പേടിക്കും, നിങ്ങൾ സമാധാനമായിരുന്നാലും. മേ പൂരി തൊറ ഖബർദാർ, ഞാൻ മൊത്തത്തിൽ ഖബർദാർ, എന്താ പറയുക, ശ്രദ്ധയുള്ളവനും ഹോഷിയാർ ഹൂം, ഞാൻ എന്തുമാകുന്നു, ബോധമുള്ളവനുമാകുന്നു. പാവം മാലിക് ബേച്ചാറെ, നിരാശ്രനായ രാജാവ് പിർ സോഗയ, പിന്നെയും ഉറങ്ങി. ഇൻഷാ ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. എല്ലാവരും ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കണം, എല്ലാ അർത്ഥങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.